Dear students, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. A steady current flows in a metallic conductor of non-uniform cross-section. The quantity or quantities that remains constant along the length of the conductor. അപ്പോൾ നമ്മുടെ ചോയ്സസ് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ 3 പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുക. അതിൽ ഒരെണ്ണം കറണ്ട്, ഇലക്ട്രിക് കറണ്ട്, ദെൻ ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ഡ്രിഫ്റ്റ് സ്പീഡ്. അപ്പോൾ ഇങ്ങനെ 3 പാരാമീറ്റേഴ്സാണ്. അപ്പോൾ അതിൽ നമ്മുടെ +1 പഠിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ വളരെ ഈസിനെസ് ഉണ്ട്. അത് നമ്മുടെ ട്യൂബ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ആ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറയാം ദ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ് ടു എ ട്യൂബ്. സോ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമുക്ക് പറയാം കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഡ്രിഫ്റ്റ് സ്പീഡുമാണ്. ദി ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് സ്പീഡുമായിട്ടുള്ള റിലേഷനാണ് I is equal to NEAVD. അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് സ്പീഡുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ആസ് I ഡിവിഷൻ ബൈ NEA. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഡെൻസിറ്റിയും ഇലക്ട്രോണിക് ചാർജും ഒക്കെ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും VD എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആയിരിക്കും. ദാറ്റ് മീൻസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ ഡ്രിഫ്റ്റ് സ്പീഡ് കുറയുമെന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എ വേരിയബിൾ, ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അടുത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ടേമാണ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് J എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ്. അവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ J പ്രൊപ്പോർഷണൽ ടു 1/A. A മാറുന്നതിനനുസരിച്ച് J മാറുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. വി നോ ദറ്റ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ J is equal to സിഗ്മ ഇൻറ്റു E. അപ്പോൾ അവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സിഗ്മ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി. സോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു J ആണ്, ബട്ട് ദാറ്റ് പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. സോ അവിടെയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വേരിയബിളായിട്ട് മാറി. അപ്പോൾ നമുക്ക് വേണ്ടത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ചോയ്സ് as the answer. The current is a constant. So we can move with the next question, number 2. In a platinum resistance thermometer, the resistance of the wire at ice point and steam point are. So resistance of the wire at ice point means 0 degree Celsius എന്ന് പറയുന്നത് 4 ohm. At ice steam point, that means at 100 degree Celsius എന്ന് പറയുന്നത് 4.25 ohm ആണ്. When the thermometer is kept in a hot water bath whose temperature is not known, the resistance of the wire is found to be 4.5 ohm. ഒരു പർട്ടിക്കുലർ അൺനോൺ ടെമ്പറേച്ചറിൽ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 4.5 ohm ആണെങ്കിൽ the temperature of the hot water bath, so we need to find what is the value of T.
അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ ലേബൽ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ് ദിസ് വൺ. RT is equal to R0 into 1 plus alpha into that change in temperature. So ഇവിടെ റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഈ ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, ഇത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അവനെ നമുക്ക് ഈ തരത്തിൽ എഴുതിയാൽ R0 പ്ലസ് R0 ആൽഫ ഡെൽറ്റ തീറ്റ ആണെങ്കിൽ we can easily say that RT minus R0 equal to R0 alpha delta theta, that is the change in temperature. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ ചുവട് ബേസ് ചെയ്തുകൊണ്ട് ഒരു T ടെമ്പറേച്ചർ കഴിയുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് അതെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന നമുക്ക് ഫസ്റ്റ് കേസായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെ എടുത്താൽ RT മൈനസ് R0 എന്ന് പറയുന്നത് R0 ആൽഫ ഇൻറ്റു ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റീം പോയിന്റിലെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ ടി പകരം നമുക്ക് സ്റ്റീം പോയിന്റിലേക്ക് മാറിയാൽ ദാറ്റ് മൈനസ് R0 എന്ന് പറയുന്നത് R0 ആൽഫ ഇൻറ്റു 100 ആക്കി നമുക്ക് എടുക്കാം. ഈ രണ്ട് റിലേഷൻസ് നമ്മളൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we get the very important concept to solve the problem. RT minus R0 by R100 minus R0, so that is equal to T division by 100. So അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് T കണ്ടുപിടിക്കാം. That is T is equal to, so T is equal to RT minus R0, the division by R100 minus R0 into that 100. So that much degree Celsius. So that is equal to, what is RT here? It is given as 4.5. So 4.5 minus R0, 4 division by R100, 4.25 minus that R0, that is 4 into 100 degree Celsius. So on solving, so we get the value as is equal to 0.5 by 0.25 into 100 degree. So that is equal to 200 degree Celsius. So we get the answer as E choice. So നമ്മുടെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. So we can move with the third question again from 2020. സാധാരണ ഒരു മിനിമം 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സാധാരണ രൂപത്തിൽ ഒരു സെൽ ഓഫർ ചെയ്യുന്ന, നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലായിരിക്കും, അപ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സാധാരണ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അത് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റാണ്. പിന്നെ നാച്ചർ ഓഫ് ദ ഇലക്ട്രോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഈ ഇലക്ട്രോലൈറ്റിനുള്ളിൽ എന്തുമാത്രം ഡിപ്ഡാണ് ദാറ്റ് ഇലക്ട്രോഡ്സ്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഏരിയ ഡിപ്ഡാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദ സെപ്പറേഷൻ, കാരണം അയോൺസുകളുടെ മൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഈ വക കാര്യങ്ങളാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വി ക്യാൻ സേ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികപരമായിട്ടും കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ കുറവാണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ്, നമുക്ക് ഈ ചോയ്സിൽ നിന്ന് തുടങ്ങിയാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ് അത് ഡിപ്പെൻഡബിൾ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഉറപ്പായിട്ടും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്
അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. സർഫസ് ഏരിയ ഗുഡ്. ദ സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന എലിമെൻസുമായിട്ട് അതൊരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അതാണ് നമ്മുടെ ആൻസർ. എ ആണ് നമ്മുടെ ചോയ്സ്. We can move with the fourth question. 6 cells, each of EMF 5 volt and internal resistance 0.1 ohm are connected as shown in figure. The reading of the ideal voltmeter V is. അപ്പോൾ നമുക്കിവിടെ 6 സെൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സെല്ലിന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് വാട്ട് ഈസ് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സെൽ സച്ച്, ഈ ടോട്ടൽ സർക്യൂട്ടിന്. അപ്പോൾ നമുക്ക് അതിനെ ആ സെല്ലിനെ ഒരിക്കൽ കൂടെ നമ്മളൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചാൽ നോക്കൂ. 1, 2, 3യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവയുടെ പൊളാരിറ്റി സെയിം ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. പക്ഷേ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലുക്ക്, അതേപോലെ തന്നെയാണ് യെസ് ഈ 6th വണ്ണും വന്നിരിക്കുക. 6th 1, 2, 3. പക്ഷേ അതിൽ 4ഉം 5ഉം ഒന്ന് നമ്മൾ സൂക്ഷിച്ചാൽ അത് മനസ്സിലാവും. 4ൻ്റെ പൊളാരിറ്റി ഇവിടെ വ്യത്യാസപ്പെടുകയാണ് അല്ലേ? കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആണ്, ദെൻ നെഗറ്റീവ് ആണ്. യെസ്, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് വൺ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സെല്ലിന് എല്ലാത്തും ഒരേ EMF ആണ്, ഒരേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത വന്നിരിക്കുന്നത് 4 സെല്ലുകൾ ഒരേ പൊളാരിറ്റിയിലും 2 ഡിഫറൻറ്റുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ടോട്ടൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഈ എഫക്റ്റീവ് ഡിവിഷൻ ബൈ ആർ എഫക്റ്റീവാണ്. ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദം ആണ് അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം ടു ദ ഫ്ലോ ഓഫ് കറണ്ട് വാട്ട് എവർ മേ ബി ദ കേസ്, ഈ ഒരു മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 6 സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർ എഫക്റ്റീവ് നമുക്ക് എങ്ങനെ എടുക്കാം? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻറ്റു യെസ് എഫക്റ്റീവായി. EMF എങ്ങനെയാണ് നമുക്കറിയാം? ഓരോന്നിനും 5 വോൾട്ട് വെച്ചാണ്. അങ്ങനെ എത്ര എണ്ണമാണ് പോസിറ്റീവ് കൺസെപ്റ്റിലിരിക്കുന്നത്? 4 എണ്ണമാണ്. പക്ഷെ അതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് 2 എണ്ണം ഓപ്പോസിറ്റ് കൺസെപ്റ്റിലുണ്ട് അല്ലേ? 2 × 5. സോ എഫക്റ്റീവ് കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ 20 - 10 ഡിവിഷൻ ബൈ 6 ആയിട്ട് നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ബൈ 6. So 10 by it is 0.1 into 6 as a 0.6. അപ്പോൾ നമുക്കതിനെ 100 by 6 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 50 by 3 ആംപിയർ. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ എക്രോസ് ദാറ്റ് 6th സെൽ. അപ്പോൾ അതിന് സ്വാഭാവികപരമായിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വി, ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EMF മൈനസ് ദാറ്റ് കറണ്ട് ഇൻറ്റു ആർ എന്നാണ്. നമുക്കറിയാം EMF എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. ഐ എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആസ് 50 by 3 ആണ് ഇൻറ്റു ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആസ് 0.1. ദാറ്റ് ഈസ് 5 മൈനസ് 5 by 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 5, ദാറ്റ് ഈസ് 10 by 3. സോ ദാറ്റ് മച്ച് വോൾട്ട്. അതാണ് ഒരു സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് നമുക്ക് തന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് എ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ മൂവ് വിത്ത് ദാറ്റ് 5th ക്വസ്റ്റ്യൻ. 2019 ക്വസ്റ്റ്യൻ ആണ് ദ 5th വൺ. എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് R1, R2, R3, R4 ആൻഡ് എ ബാറ്ററി ആസ് ഷോൺ in the following figure. Find the equivalent resistance of the given circuit and the current passing through R3.
അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ നമ്മുടെ ആർ എഫക്റ്റീവ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ലുക്ക്, ഇവിടെ R1 R2 ഇത് രണ്ടും സീരീസ് ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 0.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓം ആയിട്ട് മാറുന്നു. പക്ഷെ ആ 1 ഓം എന്ന് പറയുന്നത് R3യുമായിട്ട് പാരലലാണ്, R4യുമായിട്ട് പാരലലാണ്. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിനെ നമുക്ക് സിമ്പിളായിട്ട് ഇത് എയും ഇത് ബിയുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് R3 ആൻഡ് ദിസ് ഈസ് R1 പ്ലസ് R2 ആൻഡ് ദിസ് ഈസ് R4. ദിസ് ഈസ് ദ സർക്യൂട്ട്. സോ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി that 3 resistors are connected in parallel. അങ്ങനെ വരുന്ന സമയത്ത് R എഫക്റ്റീവ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് R/N ആയിട്ട് എടുക്കാം, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓം ആണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ കൃത്യതയോടെ നമുക്ക് മനസ്സിലായി R എഫക്റ്റീവ് എന്താണ്, സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ EMF ഡിവിഷൻ ബൈ R എഫക്റ്റീവ് ആണ്. EMF എന്ന് പറയുന്നത് 27 വോൾട്ട് ആണ്. സോ ദാറ്റ് 27 ഡിവിഷൻ ബൈ 1/3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 27 ആംപിയർ. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദാറ്റ് തേർഡ് റെസിസ്റ്റൻസ് എന്നാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ദാറ്റ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് പാരലായിട്ട് 3 ഭാഗമായിട്ട് ഈക്വലി ഡിവൈഡഡ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. 3ഉം ഒരേ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഈക്വലി ഡിവൈഡഡ് ആണ്. ദാറ്റ് മീൻസ് IR3 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കറണ്ട് ഡിവിഷൻ ബൈ ഈക്വൽ ഡിവിഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ആംപിയർ. ആൻഡ് ഹെൻസ് വി ക്യാൻ ടേക്ക് the B as the choice for the problem. So we can move with the question number 6th one. The resistor R1, R2 are connected in parallel to a 20 volt battery. Find the heat developed in and that R1 in 1 minute. 1 മിനിറ്റ് കൊണ്ട് അതിൽ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സ്, സോ വി ക്യാൻ ഡ്രോ ഇറ്റ്, that R1 and also that R2, they are connected parallel ആണ്, അല്ലേ? അത് കണക്ട് ചെയ്തിരിക്കുന്നു വിത്ത് 20 വോൾട്ട് ബാറ്ററി. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ R എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് കിട്ടാം ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 ഡിവിഷൻ ബൈ 3 പ്ലസ് 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഓം ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് വേണ്ടത് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ R1 in 1 minute ആണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ 2 റെസിസ്റ്ററും പാരലൽ ആയതുകൊണ്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് അല്ലേ. ഹീറ്റ് എനർജിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് പല ഫോർമുലകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? V² ഡിവിഷൻ ബൈ R ആണോ, അല്ലെങ്കിൽ I² ഇൻറ്റു T ആണോ, അല്ലെങ്കിൽ I² R ഇൻറ്റു T യോ, അല്ലെങ്കിൽ VI ഇൻറ്റു T യോ, പലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്, അവൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് V² ഡിവിഷൻ ബൈ R1 ഇൻറ്റു T. ദാറ്റ് ഈസ് ഈക്വൽ ടു V എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 20. സോ 20² ഡിവിഷൻ ബൈ R1 ആസ് 3 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60. So 3 yes, it becomes 20. So 400 into 20. So we get the answer as 8,000 joules. So that is the answer. So D is the choice. So we can move with the question number 7. A wire made of aluminium having resistivity, it is given as 2.8 into 10 to the power of -8 with a circular cross section and has a radius of 2 into 10 to the power of -3. A current of 5 ampere flows through the wire. If the voltage difference between the ends is 1 volt, then what is the length of the wire in meter? അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ സിമ്പിളായിട്ട് പൊട്ടൻഷ്യലും കറണ്ടും തന്നിട്ടുണ്ടെന്നാണ്, അല്ലേ? സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്
ഓംസ് ലോ പ്രകാരം I ഇൻറ്റു R ആയിട്ട് നമുക്ക് കൊടുക്കാം. ആ റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ റോ ഇൻറ്റു L ബൈ എ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ ഡിവിഷൻ ബൈ I ഇൻറ്റു റോ ആണ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഹിയർ? ഇറ്റ് ഈസ് 1 വോൾട്ട് അല്ലേ? ഏരിയ എന്താണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -3 സ്ക്വയർ. ദ ഡിവിഷൻ ബൈ the current, it is given as 5 ampere into the resistivity as 2.8 into 10 to the power of -8, that much ohm meter. അപ്പോൾ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the answer that is equal to yes into 10 square, that division by 3.5, and we get the answer as 89.71. So equivalent to നമുക്ക് 90 എന്നുള്ള കൺസെപ്റ്റിലേക്ക് എടുക്കാം. So that is the length. So C is the choice. So we can move with the question number 8. 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. The electrical conductivity of a metal is. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. M ഡിവിഷൻ ബൈ N E സ്ക്വയർ ടേം. നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ് കണ്ടക്ടിവിറ്റി ആയിട്ട് പറയാം. സോ സിഗ്മ എന്ന് പറയുന്നതിനെ N E സ്ക്വയർ ടോ ഡിവിഷൻ ബൈ M ആയിട്ട് എടുക്കാം. എമ്മും എന്നും ഒക്കെ ഇവിടെ നമുക്ക് പറയുന്നത് മീൻ ഫ്രീ പാത്തിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പറയുക. യെസ്. സോ ദെൻ അടുത്ത് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ദെൻ റിലാക്സേഷൻ ടൈം, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത്. എങ്ങനെയാണ് നമ്മുടെ ഈ റിലേഷനെ മീൻ ഫ്രീ പാത്തുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? സോ അവിടെ ഇത് റിലാക്സേഷൻ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൈമിനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ വരുന്ന ടൈമാണ് ദ മീൻ ഫ്രീ പാത്ത്. ദ ആവറേജ് സെപ്പറേഷൻ ട്രാവൽഡ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ദെൻ ദ ഡ്രിഫ്റ്റ് സ്പീഡ്. So N E സ്ക്വയർ ലാംഡ ഡിവിഷൻ ബൈ M ഇൻറ്റു വി ഡി. ഇനി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയേ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മീൻ ഫ്രീ പാത്ത്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ആക്ച്വലി. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്, നോ, ഇൻവേഴ്സ്ലി ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം, നോ, ഡയറക്റ്റ്ലി ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, ഓക്കെ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. എ is the choice. We can move with the question number 9. Consider a cylindrical conductor of length L, area cross section capital A. The specific conductivity varies as sigma x is equal to sigma 0 L by root x, where x is the distance along the axis of the cylinder from one of its ends. The resistance of the system along the cylindrical axis is. അപ്പോൾ ഒരു സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് വിത്ത് എ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 0 L ഡിവിഷൻ ബൈ റൂട്ട് എക്സ്. നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു ഒരു ചെറിയ ഒരു ലെങ്ത് നമ്മളെടുത്താൽ ദാറ്റ് ഈസ് dx ആണെങ്കിൽ സിമ്പിളായിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ that is given as is equal to rho into length, here dx ആയിട്ട് എടുക്കാം, ഡിവിഷൻ ബൈ ഏരിയ. അപ്പോൾ ഇത് dx ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ dxൻ്റേതാണെങ്കിൽ നമുക്ക് dr എന്ന് എടുക്കാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ സോ ബിറ്റ്വീൻ ദ ലെങ്സ്, സോ 0 to L നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ റോ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റോ എക്സ് എന്ന് പറയുന്നത് 1 സിഗ്മ ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to EL ഓഫ് ദാറ്റ് 1 ദാറ്റ് സിഗ്മ എക്സ് എ ഇൻറ്റു ഡി എക്സ്. സോ നമുക്ക് സിഗ്മ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 to L ഓഫ് ദാറ്റ് സിഗ്മ, ഇത് ബിക്കം സിഗ്മ 0 L ബൈ റൂട്ട് എക്സ്. സോ റൂട്ട് എക്സ് മേളിലോട്ട് പോകും അല്ലേ? റൂട്ട് എക്സ് ഡി എക്സ് ഡിവിഷൻ ബൈ സിഗ്മ 0 L. ഓൾറെഡി അവിടെ ഏരിയ ഉള്ളത്, എ ഉള്ളത് മറന്നു പോകരുത്.
ഇനി അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സോ വി ഗെറ്റ് as 1 by sigma 0 L into A that much into root x dx. അപ്പോൾ റൂട്ട് എക്സ് എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമുക്കറിയാം എക്സ് റൈസ് ടു എൻ ബൈ എൻ പ്ലസ് വൺ അല്ലേ. സോ എൻ എക്സ് റൈസ് ടു ഇവിടെ റൂട്ട് എന്ന് പറയുമ്പോൾ 1/2 അല്ലേ. സോ 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1 between the limit 0 to L. So that is equal to 1 by sigma 0 LA into that L to the power of 3/2 by that 3/2. So 2 മേലോട്ട് പോകുന്നുള്ള കാര്യം ഓർക്കുക. So we can write it to be 2L raised to 3/2 by that 3 sigma 0 L into A. അപ്പോൾ ഈ L നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോൾ 3/2 മൈനസ് 1 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ സോ L റൈസ് ടു 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് എൽ ആയിട്ട് നമുക്ക് എഴുതാം. സോ 2 റൂട്ട് എൽ ബൈ 3 സിഗ്മ 0 ഇൻറ്റു എ. ദാറ്റ് മീൻസ് എ ആസ് ദി ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആ ഇൻ്റഗ്രേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. നമ്പർ 10. A copper wire with a cross-section area 2 into 10 to the power of minus 6 has a free electron density equal to 5 into 10 to the power of 22 per centimeter cube. അത് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 into 10 to the power of 22 by that 10 to the power of minus 6 meter cube എന്ന് പറയുമ്പോൾ 5 into 10 to the power of 28 per meter cube എന്നർത്ഥം. Then the drift velocity of the electron. ഇപ്പോൾ സാധാരണ ഉള്ള ഒരു സിമ്പിളായ കൺസെപ്റ്റ് നമുക്കറിയാം. ഐ എന്ന് പറയുന്നത് NEAVD. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി, ഇലക്ട്രോണിൻ്റെ ചാർജ്, ഏരിയ ക്രോസ് സെക്ഷൻ ആൻഡ് ദ ഡ്രിഫ്റ്റ് സ്പീഡ്. അത് ബേസ് ചെയ്തിട്ട് വി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഡിവിഷൻ ബൈ NE ഇൻറ്റു എ. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് 16 ആംപിയർ ആണ്. N 5 into 10 to the power of 28 ആണ്. ഇലക്ട്രോണിക് ചാർജ് as 1.6 into 10 to the power of minus 19 and area as 2 into 10 to the power of minus 6. So that is equal to, we get the value. നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ 16 by 16 into 10 to the power of 3. That is equal to 10 to the power of minus 3. So that is equal to 0.001 meter per second. That means we get the choices D. We can move with the question number 11. 2017 ചോദിച്ച question ആണ്. The resistance of the tungsten wire in the light bulb which is 120 volt 75 watt. അത് അതിൻ്റെ റേറ്റിംഗ് ആണെന്നുള്ള കൺസെപ്റ്റ് ഒന്ന് മറക്കാതെ ഓർക്കുക. ആൻഡ് പവേർഡ് ബൈ എ 120 വോൾട്ട് ഡയറക്റ്റ് കറണ്ട് സപ്ലൈ. റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് പാരലലായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പവറുമായിട്ടുള്ള റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് V² ഡിവിഷൻ ബൈ R ആണ്. സോ R എന്ന് പറയുന്നത് V² ഡിവിഷൻ ബൈ PI. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V ഈസ് 120 വോൾട്ട് ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ ദ പവർ as 75. On solving, we get the value as 192 ohm. That means D is the choice. We can move with the question number 12. The value of the current I1, I2, I3 flowing through the circuit that is given. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന ബേസ് ചെയ്തിട്ട് ആദ്യം നമുക്കൊരു 3 പാരാമീറ്റർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് 3 ഇക്വേഷൻസ് നമുക്ക് വേണ്ടി വരും. നമുക്ക് ആദ്യം കിർച്ചോഫ്സിൻ്റെ ഫസ്റ്റ് റൂൾ ഇവിടെ അടിച്ചാൽ അറ്റ് ദ പോയിന്റ് C നമ്മൾ കിർച്ചോഫ്സിൻ്റെ ജംഗ്ഷൻ റൂൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ I1 പ്ലസ് I2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു I3 ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ലൂപ്പ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്താൽ അത് ആദ്യം ഈ ഒരു തരത്തിൽ BCDAB എന്ന് പറയുന്ന ലൂപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. സോ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലുക്ക് നമ്മുടെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെയാണെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് സോ
ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ +10 എന്ന് നമ്മൾ കൊടുത്തു. ദെൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ -I1 × 6. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ I3 × 2 = 0. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കൃത്യതയോടെ എഴുതാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 2 ഉണ്ടെന്ന് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കോമൺ ആക്കി കഴിഞ്ഞാൽ, കാരണം 0യിലേക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദിസ് വൺ ഇതിലൊന്ന് 2 പോയി കഴിഞ്ഞാൽ 3I1 + I3 5 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ അടുത്ത ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ EF തുടങ്ങി S തിരിച്ച് E വരെ വരുന്ന തരത്തിൽ നമ്മൾ ഡീൽ ചെയ്താൽ അവിടെ EF CBE നമ്മൾ ഡീൽ ചെയ്താൽ അതിലേക്ക് നമുക്ക് തുടങ്ങുമ്പോൾ ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ്. സോ വി കൻ സബ്സ്റ്റിറ്റ്യൂട്ട് -14. ദെൻ നമുക്കിവിടെ വരുമ്പോൾ I1 ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ ദാറ്റ് 6 ടൈംസ് ഓഫ് I1. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 വോൾട്ട് വരുന്നു. അത് ഹയർ ടു ലോവർ ആണ്. സോ -10. ദെൻ അടുത്ത 4. അപ്പോൾ ഉറപ്പായിട്ട് I2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. സോ -4 × I2 = 0. അപ്പോൾ ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നോക്കൂ. 6I1 10 14 കൂടെ വരുമ്പോൾ -24 -4I2 = 0. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3I1 മൈനസ് ഇവിടെ 2I2 = ഈ 24/2 വരുമ്പോൾ 12 ആണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് മാറ്റിയാൽ 12 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലൊന്ന് എടുക്കുക. 3I1 + I3. ഈ I3ക്ക് പകരമായിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? യെസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. I3ക്ക് പകരമായിട്ട് നമ്മൾ ഈ റിലേഷനിൽ തന്നെ എടുത്താൽ 3I1 - 2 × I2. I2ന് പകരം I3 - I1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 3I1 - 2I3 + 2I1 = 12. So that is equal to 3I1. നമ്മളതൊന്ന് സോൾവ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2 5I1 ആയിട്ട് മാറി -2I3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇതേ കൺസെപ്റ്റ് നമ്മുടെ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ, അതുകൂടെ നമ്മൾ ഉപയോഗിച്ചാൽ 3I1 + I3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിന് നമുക്കൊന്ന് വേണേൽ ഒരു 2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 6I1 + 2I3 = 10 ആയി. അപ്പോൾ ഈ രണ്ട് റിലേഷൻസും നമ്മൾ യൂസ് ചെയ്താൽ മതിയാണ് അല്ലേ. യെസ്. അപ്പോൾ അത് രണ്ടും തമ്മിലൊന്ന് ആഡ് ചെയ്താൽ 6 + 5 11I1 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. I3 2I3 ക്യാൻസൽ ആയി മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 22. അപ്പോൾ I1 എന്ന് പറയുന്നത് നമുക്ക് 2 ആംപിയർ ആയിട്ട് കിട്ടി. അപ്പം ഇനി I2 I3 ആണ് നമുക്ക് വേണ്ടത്. അത് സിമ്പിളായിട്ട് നോക്കൂ, നമുക്കറിയാം I1ൻ്റെ ആംപിയർ 2 ആംപിയർ ആയിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ ആദ്യത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I3 എന്ന് പറയുന്നത് 5 - 3 ടൈംസ് ഓഫ് I1. I1 എത്രയാണ്? 2 ആണ്. സോ 5 - 6 ആണ്. സോ എത്ര കിട്ടി? -1. എന്താണ് -1ൻ്റെ ഒരു പ്രത്യേകത? നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷൻ ശരിയല്ല എന്നാണ് അർത്ഥം. തിരിച്ച് റിവേഴ്സ് ആണെന്നാണ് ക്രിച്ചോഫ്സിൻ്റെ നിയമങ്ങൾ പറയാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I2 ആണ് അല്ലേ. അപ്പോൾ I2 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ ഈ റിലേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് I2 is equal to നമുക്ക് I2മായിട്ട് ഇപ്പോൾ I1 അറിയാം. 2I2 is equal to ഓക്കെ I3യും I1 നമുക്കറിയാമെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. I2 is equal to I3 - I1.
I3 എത്രയാണ് നമുക്ക് -1 -2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആംപിയർ ആണ്. സോ അത് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി ഏത് ചോയ്സ് നമുക്ക് ഉത്തരം പറയാം? യെസ്, ദാറ്റ് ഈസ് സെക്കൻഡ് ചോയ്സ്. I1 ഈക്വൽ ടു 2 ആംപിയർ ആൻഡ് I2 ഈസ് ഈക്വൽ ടു -3 ആൻഡ് I3 ഈസ് ഈക്വൽ ടു -1. വളരെ ഈസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും, കാര്യം മറക്കരുത്. നമ്പർ 30. A silver wire has a temperature coefficient of resistivity as 4 into, so alpha is given as 4 into 10 to the power of -3. It's a resistance at 20 degrees Celsius. 20 degrees Celsius എന്ന് പറയുന്നത് 10 ohm ആണ്. Neglecting any change in dimensions due to the change in temperature, its resistance at 40 degrees Celsius is. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത ഒരു ഇക്വേഷൻ ഓർമ്മയിരിക്കട്ടെ. ആർ ടി എന്ന് പറയുന്നത് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് മറക്കരുത്. അപ്പോൾ നമുക്ക് രണ്ട് ടെമ്പറേച്ചറിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. R1 എന്ന് പറയുന്നത് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ, ഫസ്റ്റ് ടെമ്പറേച്ചറിന് θ1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കേസിന് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു θ2 എന്ന് നമുക്ക് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ R1 ബൈ R2 എന്ന് പറയുന്നത് 1 പ്ലസ് ആൽഫ θ1 ബൈ 1 പ്ലസ് ആൽഫ θ2. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R2 ആണ്. സോ R2 എന്ന് നമ്മൾ പറയുമ്പോൾ R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ θ2 ബൈ 1 പ്ലസ് ആൽഫ θ1. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 10 ohm ആണ്. 1 പ്ലസ് ആൽഫ നമുക്കറിയാം 4 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -3 ഇൻറ്റു θ2 രണ്ടാമത്തെ ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. സോ ഹിയർ അറ്റ് 40 ഡിഗ്രി ദ ഡിവിഷൻ ബൈ 1 പ്ലസ് വീണ്ടും 4 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -3 ഇൻറ്റു θ1 എന്ന് പറയുന്നത് 20 ആണ്. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ എസ് 10.74 ohm ആണ്. അത് നമുക്കിവിടെ ഡി ചോയ്സ് ആണ്, ഓർമ്മയിരിക്കട്ടെ. 10.8 അവിടെ തന്നിരിക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 14. An ammeter, voltmeter and a resistor are connected in series. Ammeter, then voltmeter, then a resistance are connecting in series to a cell. And the readings are I and V. If another resistor R is connected in parallel with the voltmeter, then what happens? അപ്പോൾ ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ അവനൊരു RA റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു RV വോൾട്ട് ഉണ്ട്, ഇതൊരു R ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് അതിലൂടെ ഫ്ലോ ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ എ റീഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് ബൈ RA പ്ലസ് RV പ്ലസ് ക്യാപിറ്റൽ R എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പാരലായിട്ട് അഡീഷണലായിട്ട് ഒരു റെസിസ്റ്റൻസ് R' കണക്ട് ചെയ്താൽ ഈ വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് വാല്യൂ ഡിക്രീസ് ചെയ്യത്തില്ലേ? ദാറ്റ് മീൻസ് ദിസ് മച്ച് ഡിക്രീസ് ചെയ്തില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണല്ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാം ദ കറണ്ട് വിൽ ഇൻക്രീസ്. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. ഇനി വാട്ട് അബൌട്ട് വോൾട്ട് മീറ്റർ? അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് മെഷർ ചെയ്യേണ്ടത്, അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് ഈ പൊട്ടൻഷ്യലിൻ്റെ റെസിസ്റ്റൻസ് നേരത്തെ ഉണ്ടായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈവനെ പാരലായിട്ട് കണക്റ്റ് ചെയ്തത് വഴി, സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി, നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നോക്കുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ചോയ്സിലേക്ക് നമുക്ക് പറയുമ്പോൾ ബി ചോയ്സ് നമുക്ക് പറയാൻ പറ്റും. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 15. The amount of charge flowing per second per unit area. Amount of charge flowing per
യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ. ചാർജ് ബൈ ടൈം എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് എന്ന് പറയാം അല്ലേ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കറണ്ട് ഡെൻസിറ്റി ആസ് J. സോ വി ക്യാൻ ടേക്ക് D as the ആൻസർ. ഡിയർ സ്റ്റുഡൻസ്, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില വർഷങ്ങളിൽ അത് 5 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.